കോടതി എന്ന് പറയുന്ന ആൾക്കാർ, കോടതി എന്ന് പറയുന്ന സംവിധാനം കേൾക്കുന്ന സമയത്ത് ഒരു 50 പേരുണ്ടെന്ന് വിചാരിക്കരുത്. കോടതി എന്ന് പറയുന്ന ആൾക്കാരാരാ? ഒരാളാണ്, ഒരു വ്യക്തിയാണ് കോടതി എന്ന് പറയുന്നത്, അല്ലേ? ആ കോടതിയുടെ വ്യക്തിക്ക് വ്യക്തിപരമായ താല്പര്യങ്ങൾ വന്നു കഴിഞ്ഞാൽ പിന്നെ ആ കോടതി എന്ന് പറയുന്നതിൽ അർത്ഥമില്ലാതായി. അപ്പോൾ കോടതിയുടെ അഭിപ്രായം എന്ന് പറയുന്നത് നമ്മൾ ശിരസാ വഹിച്ചോണം. നമ്മളെ സംബന്ധിച്ചിടത്തോളം ഏക മാർഗ്ഗം ഇനി എന്താണ്? ഹൈക്കോടതിയിലേക്കോ സുപ്രീം കോടതിയിലേക്കോ പോകുക എന്നുള്ളതാണ്. ഈ ഹൈക്കോടതിയിലേക്കോ സുപ്രീം കോടതിയിലേക്കോ പോകുന്നതിനെതിരെ നിങ്ങൾ ഇനി ഒരക്ഷരം മിണ്ടി പോകരുത് എന്ന് പറയുന്ന ഒരു ആജ്ഞാപിക്കലുണ്ടല്ലോ, ആ ആജ്ഞാപിക്കൽ ശരിയല്ല. കാരണം എന്താണ്? പ്രതിഭാഗം എന്ന് പറയുന്നത് സുപ്രീം കോടതി അന്തിമ വിധി വന്ന് പുറത്തേക്ക് ഇറങ്ങിയ ആളല്ല. ആദ്യത്തെ ഏറ്റവും അടിയത്തെ കോടതിയിൽ, ഏറ്റവും താഴെക്കട കോടതിയിൽ, ആ കോടതിയിൽ ഒരു വിധി കിട്ടി പുറത്തേക്ക് ഇറങ്ങിയിട്ട് മാത്രമേ ഉള്ളൂ. അതിനുശേഷം നിങ്ങൾ ആരും മിണ്ടാൻ പാടില്ല, അതിജീവിതത്തെക്കുറിച്ച് ഒരു അക്ഷരം പോലും മിണ്ടാൻ പാടില്ല, സപ്പോർട്ട് ചെയ്ത് ഇറങ്ങാൻ പാടില്ല എന്ന് പറയാൻ കഴിയില്ല. കാരണം എന്താ? അതിന് മേലെ ഹൈക്കോടതിയുണ്ട്, അതിന് മേലെ സുപ്രീം കോടതിയുണ്ട്, ഇതിനോട് കണക്റ്റഡായ കേസുകൾ മുഴുവനുണ്ട്. ഈ കണക്റ്റഡായ കേസുകൾ മുഴുവൻ വിധി വരണ്ടേ? അപ്പം ഞാൻ ഇതിനകത്ത് ശ്രദ്ധിച്ചൊരു കാര്യം എന്താ അറിയോ? ഇപ്പോൾ പോലീസിനെ കുറിച്ചിട്ട് എല്ലാവർക്കും നല്ല അഭിപ്രായമാണെന്ന് നിർബന്ധമില്ലല്ലോ. പല ആൾക്കാരും പല ശക്തമായ നിലപാട് ശരിക്കും കള്ളക്കേസ് എടുക്കുകയും ചെയ്തിട്ടുണ്ട്. ഇന്നും ഒരു കേസ് പുറത്തു വരുന്നുണ്ടല്ലോ. പക്ഷേ ആരെങ്കിലും നമ്മൾ ക്രിമിനൽ പോലീസ് വിളിക്കാറുണ്ടോ? കാരണം എന്താ? ക്രിമിനൽ ഈ പറയുന്ന ഇന്ത്യയിലെ ജനങ്ങൾക്ക് ജീവനും സ്വത്തിനും സമാധാനവും സംരക്ഷണവും കൊടുക്കേണ്ട ഒരു സംവിധാനം എന്ന് പറയുന്നത് പോലീസാണ്. ഇപ്പം എനിക്കെതിരെ കള്ളക്കേസ് എടുത്തു, എനിക്ക് അഭിപ്രായമുണ്ട്, പക്ഷേ നമ്മളാരെയും ക്രിമിനൽ പോലീസ് വിളിക്കുമോ? അങ്ങനെ വിളിക്കാൻ പാടില്ല എന്നുള്ളതാണ്. അങ്ങനെ ഉണ്ടെങ്കിൽ എന്താണ്? അത് നമുക്ക് തെളിയിക്കേണ്ട സ്ഥലം എന്ന് പറയുന്നത് കോടതികളാണ്. എന്തുകൊണ്ട് അങ്ങനെയാണെങ്കിൽ ക്രിമിനൽ പോലീസിനെതിരെ കംപ്ലൈൻറ്റുമായിട്ട് പോയില്ലല്ലോ? അന്നേ പോകണ്ടേ? ക്രിമിനൽ പോലീസാണ്, എനിക്കത് ശക്തമായ നിലപാട് ഈ ക്രിമിനൽ പോലീസിനെതിരെ പോകണ്ടേ? പക്ഷേ അതിനൊരു സിസ്റ്റത്തെ കയറിയിട്ട് ക്രിമിനൽ പോലീസ് എന്ന് വിളിക്കുന്ന പരിപാടി നിലവിൽ. അപ്പം ഞാൻ പറയുന്നത് അറിയോ, ഹൈക്കോടതിയെ സംബന്ധിച്ചിടത്തോളം, സുപ്രീം കോടതിയെ സംബന്ധിച്ചിടത്തോളം മുന്നോട്ട് പോവുകയും അതിജീവിതയ്ക്ക് അതിജീവിതരായ കാര്യങ്ങൾ ബോധിപ്പിക്കാനുള്ള സ്ഥലം ഉണ്ടാകും എന്നാണ് ഞാൻ വിചാരിക്കുന്നത്.